ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഇന്ന് നാടിനു സമർപ്പിക്കും. JRS സിസ്റ്റംസ് ആൻഡ് സർവീസസ്, ചാലക്കുടി. Your complete IT partner. ചിറങ്ങര ദേശീയപാത ജംഗ്ഷനിൽ നിന്നു വഴിച്ചാൽ വഴി കൊരട്ടി, വെസ്റ്റ് കൊരട്ടി, മാമ്പ്ര, ചെറ്റാരിക്കൽ, അന്നമനട, വാപ്പറമ്പ് ഭാഗങ്ങളിലേക്കു പോകുന്നതിനുള്ള റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് നാടിനു സമർപ്പിക്കും. RBDCK, കിഫ്ബി, റെയിൽവേ എന്നിവ സംയുക്തമായാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 17 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. റെയിൽവേയുടെ ഭാഗത്തിന്റെ നിർമ്മാണ ചെലവ് കൂടി കണക്കാക്കിയാൽ ചെലവ് 22.61 കോടി രൂപ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റെയിൽവേയുടെ സഹകരണത്തോടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ ലെവൽ ക്രോസ് രഹിത കേരളം പദ്ധതിയിൽ RBDCK പൂർത്തിയാക്കുന്ന 6ാമത്തെ മേൽപ്പാലമാണിത്. സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പാസിറ്റ് സാങ്കേതിക വിദ്യയിൽ കണ്ടിന്യൂസ് സ്പാൻ സ്ട്രക്ചർ മാതൃകയിലാണ് നിർമ്മാണം. 298 മീറ്റർ നീളത്തിലും 2 ലൈൻ റോഡും നടപ്പാതയും ഉൾപ്പെടെ 10.15 മീറ്റർ വീതിയിലുമാണു പാലം നിർമ്മിച്ചിട്ടുള്ളത്. പാലത്തിൽ നിന്നു റെയിൽവേ ട്രാക്കിന്റെ ഇരുഭാഗത്തേക്കും ഇറങ്ങുന്നതിനു ഫുട് ഓവർ ബ്രിഡ്ജും നിർമ്മിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് സൗരോർജ്ജ പാനലുകളും ബാറ്ററികളും ഉപയോഗിച്ചുള്ള ലൈറ്റിംഗ് ആണ് പാലത്തിനു നൽകിയിട്ടുള്ളത്. 2021-ലാണു നിർമ്മാണം ആരംഭിച്ചത്. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. 2022-ൽ പക്ഷേ പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയായില്ല. സ്തംഭിച്ചും മരവിച്ചും കിടന്ന പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാനാവശ്യപ്പെട്ടു പലവട്ടം പ്രതിഷേധ പരിപാടികളും അരങ്ങേറി. 2023 ഡിസംബർ 7-ന് ചാലക്കുടിയിൽ നടന്ന നവകേരള സദസ്സിലാണു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ കേരളത്തിനു പുതുവത്സര സമ്മാനമായി ചിറങ്ങര റെയിൽവേ മേൽപ്പാലം തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചത്. പക്ഷേ 2024 ജനുവരി 1-നു പ്രധാന സ്ലാബിന്റെ നിർമ്മാണം പോലും നടത്താനായില്ല. മന്ത്രിയുടെ ആ പ്രഖ്യാപന ദിനത്തിന്റെ വാർഷിക ദിനം ഉദ്ഘാടന തീയതിയായി വന്നതു യാദൃച്ഛികമാണെങ്കിലും കൗതുകമായി. ഇന്ന് 9:30-നു മന്ത്രി PA മുഹമ്മദ് റിയാസ് മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ബെന്നി ബഹനാൻ MPയുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. ഇവിടെയുണ്ടായിരുന്ന ലെവൽ ക്രോസ് പാലം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ അടക്കുമെന്ന് അധികൃതർ അറിയിച്ചു.